ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ അനാമിക. ഇന്ന് ഒക്ടോബർ 15 വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അറിവിന്റെ വെളിച്ചം വരും തലമുറയിലേക്ക് പകർന്നു നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആ മഹാനുഭാവനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു ദിവസം നമ്മളെ ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ പ്രാധാന്യം, സ്വപ്നങ്ങൾ കാണേണ്ടതിന്റെ ആവശ്യകത, കഠിനാധ്വാനം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടും അതുപോലെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും ഇന്നത്തെ ലൗഡ് സ്പീക്കറിലെ എന്റെ കൂടെയുള്ളത് ചവറ പബ്ലിക് സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള സുനിത മിസ് ആണ്. മിസ്സേ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. താങ്ക് യു അനാമിക. എന്തൊക്കെയുണ്ട് വിശേഷം മിസ്സേ? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷങ്ങൾ. ഓക്കെ, അപ്പോ സുനിത മിസ്സേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമാണ്. അപ്പൊ ഈ ഒരു ദിനവുമായിട്ട് ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വിദ്യാർത്ഥികളോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും മിസ്സിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അബ്ദുൽ കലാം സർ വിദ്യാർത്ഥികളോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിച്ച ഗ്രേറ്റ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും തന്റെ അവസാന ശ്വാസം പോലും വിദ്യാർത്ഥികളോടുള്ള ചർച്ചയ്ക്കിടയിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യമാണ്. കുട്ടികൾക്കും ഒരുപാട് അദ്ദേഹത്തിനോട് സംവദിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു റോൾ മോഡലാക്കി മാറ്റി ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും നമ്മുടെ എല്ലാ ഓർമ്മയിൽ ജീവിക്കുന്ന ഫോർമർ പ്രസിഡന്റ് ആണ് നമ്മുടെ APJ അബ്ദുൽ കലാം സർ. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം ഡ്രീം 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 അതാണ് ഓർമ്മ വരുന്നത്. കുട്ടികൾ സ്വപ്നം കാണട്ടെ, അവരുടെ സ്വപ്നങ്ങളുടെ ചിറകിലേറി പറക്കട്ടെ. ആ സ്വപ്നങ്ങളുടെ ചിറകുകൾക്ക് കരുത്തേകുവാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അവർക്ക് മാത്രമല്ല കുട്ടികളുടെ സ്വാധീനം ചെലുത്തുന്ന അവരിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഹാപ്പി സ്റ്റുഡൻസ് ഡേ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിന ആശംസകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസിക്കുന്നു. ടീച്ചറെ, ഈ ഒരു ഫീൽഡില് ടീച്ചർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട് കാണുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അതെന്തൊക്കെയാണ്? എല്ലാവരും പറയുന്നത് പോലെ തന്നെ ആഫ്റ്റർ കോവിഡ് ആണ്. ആഫ്റ്റർ കോവിഡ് ആയി ടെക്നോളജി അവരുടെ വിരൽ തുമ്പിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അവരുടെ കയ്യിലേക്ക് വന്നെത്തിയോടുകൂടി പല വാല്യൂസും നഷ്ടപ്പെട്ടു എന്ന് വേണേൽ പറയാം. ക്ലാസ് റൂമുകളിലായാലും ഒബീഡിയൻസും പഴയ ഒരു സ്നേഹവും ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിന് പോലും കോട്ട സംഭവിച്ചിരിക്കുന്നു എന്ന് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ് ടീച്ചർ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക തന്നെയാണ്. പക്ഷെ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള സിലബസിനിടയ്ക്ക് അവരുടെ ആക്ടിവിറ്റീസിനിടയ്ക്കൊക്കെ ഒരുപാട് സമയം കിട്ടാറില്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് സമയം അവരുമായിട്ടുള്ള പേഴ്സണൽ ടോക്കിനും അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ സമയം കണ്ടെത്താറുണ്ട്. അവരോടൊപ്പം ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് കാണും അല്ലെ? ഇപ്പൊ ടീച്ചറിന്റെ ഈ ഒരു അധ്യാപന ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ മെമ്മറി ഉണ്ടായിരിക്കും, അതൊന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ ഒരുപാട് മെമ്മറികളൊക്കെ ഉണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവൾ എന്നോട് ഇടയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട്. ആ കോണ്ടാക്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞാണ് ആ കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോ മിസ്സിനെ മാത്രമേ ഓർക്കാറുള്ളൂ. അത് മാത്രല്ല അവിടെ കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് വളർത്തുന്ന അവരുടെ ഭയങ്കര പെറ്റ്സ് ആയിരുന്നു അതൊക്കെ. അപ്പൊ അവർ പറയാം, ആ അനീഡ കോളേജിന്റെ ആ സ്ട്രിക്റ്റ് അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ അങ്ങനെ സ്കൂൾ ലെവലിൽ നിന്നും കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവര് കുറച്ച് ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ കോളേജിൽ അങ്ങനെ അവരത്രയും ഫ്രീഡം ഒന്നും പ്രതീക്ഷിക്കരുത്, അത് കിട്ടില്ല. അപ്പൊ അവര് വിചാരിക്കുന്നത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു റൂളില് അവർ ഓർക്കുന്നില്ല, കോളേജിൽ ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ല. ആകെ 2 മുഖങ്ങളെ ഓർമ്മയുള്ളെന്ന് പറയും, എന്നെയും ആ പട്ടിക്കുഞ്ഞുങ്ങളെയും. അപ്പൊ അത് കേട്ടതെങ്കിൽ ചിരിക്കണോ കരയണോ തോന്നി. എന്നാൽ അവരുടെ ഓർമ്മകളിൽ അതുണ്ടെന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ഇപ്പൊ ടീച്ചറെ, ഇപ്പോ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ടൈം അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാർത്ഥികളെ ടീച്ചറിന്റെ വിദ്യാർത്ഥിയുടെ ആ ഒരു കാലഘട്ടത്തിലെ കുട്ടികളെ നിന്നും വ്യത്യസ്തമാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യയുടെ സ്വാധീനം അല്ലെങ്കിൽ ലോകത്തോടുള്ള അവരുടെ കാഴ്ചപ്പാടൊക്കെ ഡിഫറെന്റ് ആണ്. പഴയ ഒരു കാലത്തോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
ടെക്നോളജിയുടെ കാലം ആയതുകൊണ്ട് തന്നെ എങ്കിലും ആ പഴയ ഭയഭക്തി ബഹുമാനം അല്ലെ ടീച്ചേഴ്സിനെ കാണുമ്പോഴുള്ള അത്രയും ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും കുട്ടികളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവര് എനിക്കൊന്ന് റിലേഷൻഷിപ്സിന്റെ ഒന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൂടുതൽ സെൽഫിഷ് ആയി മാറുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് ടീച്ചർമാരായിട്ട് അധികം കണക്ഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ തല്ലി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെയാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് സ്കൂളുകളിലും കോളേജിലും ഒക്കെ നമ്മളെ കാണാറുണ്ട്. ആ ഒരു ബോണ്ടിങ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റുഡന്റ് ആ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് ടീച്ചർ നോക്കി കാണുന്നത്? അത് നല്ല കാര്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു എന്താ പറയുക ഓപ്പൺ ആയിട്ട് അവരുടെ ഉള്ളിലെ ഫീലിങ്സ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുവാണെങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഹോം ആണല്ലോ, അല്ലെ ടീച്ചേഴ്സിനെ അതുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പറയാൻ അവസരം കിട്ടുക അവർക്ക് അവരുടെ ടെൻഷൻ റിലീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്ന ഒരുപാട് പേരും ചിലപ്പോൾ ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പല ന്യൂസും കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. ഒരു ലിസണർ എപ്പോഴും ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം അതിപ്പോ ടീച്ചർ ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ ടീച്ചർ ഇപ്പോ പരീക്ഷാ സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ടീച്ചർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തായിരിക്കും? അത് കൂടുതലും ഞാൻ പേരൻസിനെ ബ്ലെയിം ചെയ്യുള്ളൂ. പേരൻസ് ആണ് കുട്ടികളിലേക്ക് ഇതുമാത്രം മെന്റൽ പ്രഷർ കൊടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുന്ന ഒരു മാർക്കിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന പേരൻസിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ പേരുണ്ട്. അപ്പൊ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുക, തങ്ങളുടെ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാതെ എപ്പോഴും അവരെ ഇങ്ങനെ സമ്മർദ്ദത്തിൽ എന്നുള്ളത് ചില പേരൻസ് ആണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. മാർക്കും ഡിഗ്രിയും ഇതെല്ലാം വേണ്ടതാണ്, പക്ഷേ ഇതൊന്നും അല്ലാതെ അവന്റെ ആ കുട്ടിയുടെ ടാലന്റ് എന്താന്ന് മനസ്സിലാക്കി അവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പേരൻസ് ശ്രമിക്കേണ്ടതും. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. എക്സാം ഓറിയന്റഡ് മാത്രമല്ലല്ലോ ലൈഫ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് പണ്ട് മുതൽ തന്നെ പേരൻസ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ ഒക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അപ്പോ ഒരു വിദ്യാർത്ഥിയുടെ നല്ല മാർക്ക് എന്നതിലുപരി ടീച്ചർ ഒരു കുട്ടിയുടെ വിജയമായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്. ഇപ്പം ഡിഗ്രിയിൽ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന അവിടെ ഏറ്റവും കൂടുതൽ മാർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് മാത്രമല്ല ജോലി സാധ്യത. അതിനുവേണ്ടി ശ്രമിക്കുക. അവന്റെ കഴിവുകൾ എവിടെയാണോ ഉള്ളത് ആ കഴിവിനെ വളർത്തി പ്രോത്സാഹിപ്പിച്ചെടുക്കുക. ക്യാരക്ടർ ഫോർമേഷൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു നല്ല വിദ്യാർത്ഥി ആയിരിക്കുക, ഒരു നല്ല വ്യക്തി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു നല്ല വിദ്യാർത്ഥിക്ക്, ഒരു നല്ല വ്യക്തിക്ക് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മാർക്കുകളെക്കാളും ഒക്കെ കൂടുതൽ അല്ലെങ്കിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ആ വാല്യൂവിനേക്കാളും കൂടുതൽ ഒരു നല്ല ഇൻഡിവിജ്വൽ എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? പുതിയ വിദ്യാഭ്യാസ നയങ്ങളും പഠന രീതികളും ഒക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാണ് ടീച്ചർ നോക്കിക്കാണുന്നത്? ഓരോരോ പരീക്ഷണങ്ങൾ കൊടുക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പഴയ ആ സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പൊ അടിച്ചു പഠിപ്പിക്കുന്ന അല്ലെ മെമ്മറൈസ് ഷോർട്ട് മെമ്മറി എന്ന് പറയുന്ന കാണാപ്പാടം പഠിക്കുന്ന അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. പക്ഷെ പല കുട്ടികളെ അത് പല രീതിയിലാണ് അഫക്ട് ചെയ്യുന്നത്. ടാലന്റ് ഉള്ളവരെ കൂടുതൽ തന്നെയൊക്കെ എഴുതാൻ പറ്റുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന. ചില കുട്ടികൾക്ക് ഇപ്പോഴും അവരുടെ കഴിവ് എന്താ പറയാ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ട സ്ഥലത്തേക്കൊന്നും ശ്രദ്ധ കിട്ടുന്നില്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമ്മൾ പറയാറുണ്ട് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹോം ആണല്ലേ. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് സ്കൂളിൽ നിന്നും അധ്യാപകർക്ക് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്നും കിട്ടാത്ത പല കാര്യങ്ങൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട്? അവരുടെ നല്ല സ്വഭാവ രൂപീകരണത്തിന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ക്ലാസ്സിൽ. ഒരുപക്ഷെ വർക്കിംഗ് പേരൻസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം പല പേരൻസിനും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ സ്വഭാവ വൈകല്യത്തിലായാലും കുട്ടിയെ പനിഷ് ചെയ്യാതെ അതിന്റെ റീസൺ എന്താന്ന് അന്വേഷിച്ച് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. ഓക്കെ. അപ്പൊ മിസ്സേ, ഇപ്പൊ പഠനത്തില് പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കാണും. കാരണം എല്ലാവർക്കും ഒരേപോലെയുള്ള IQ ലെവൽ ആയിരിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ആസ് എ ടീച്ചർ മിസ് ചെയ്യുന്ന രീതികളിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്?
അവർക്ക് റെമഡിയൽ ക്ലാസ്സസ് എടുക്കാറുണ്ട്. വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന, അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് ആ പോർഷൻസ് കൊടുത്താൽ അല്ലെങ്കിൽ എക്സാം എടുക്കുമ്പോഴേക്കും അവർ പഠിക്കുന്ന ഒരു ടീമുണ്ട്, ഒരു കുറച്ച് കുട്ടികളുണ്ട്. പിന്നെയും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അങ്ങനെ പല റീസൺസ് കൊണ്ട് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് റെമഡിയൽ ക്ലാസ്സസ് സംഘടിപ്പിക്കാറുണ്ട്. ഒരു ക്ലാസ്സിന് മാത്രമല്ല കേട്ടോ, പല ക്ലാസ് റൂംസിലെ റെമഡിയൽ കോച്ചിങ് വേണ്ട കുട്ടികളെ ഒന്നിച്ചിരുത്തി അവരുടെ കഴിവിനനുസരിച്ച് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ മിസ് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് മെയിൻ ആയിട്ടും? 6ാം ക്ലാസ് 7ാം ക്ലാസ്. 6ാം ക്ലാസ് 7ാം ക്ലാസ്. ഓക്കെ. അപ്പൊ നേരത്തെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയാ കുട്ടികളെ ഇങ്ങനെ മെരുക്കാൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആരെയാണ്? വലിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണോ? ചിലപ്പോ ചില ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് ഈ കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമാണ് ഇത്രയും പ്രായമായിട്ടും എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരെയാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം? എനിക്ക് അതിനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. സ്കൂൾ ലെവലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴ്ന്ന് കുട്ടികളുടെ ആ ലെവലിലേക്ക് ടീച്ചേഴ്സും അതോടൊപ്പം എത്തണം. നമ്മൾ അവിടെ നിന്ന് അവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയാൽ അവരൊരിക്കലും ശരിയാവില്ല. കോളേജിലാണെങ്കിൽ ടീനേജേഴ്സ് ആണ്, അവര് കുറച്ചുകൂടെ ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവരെ നമ്മൾ അതുപോലെ കൺസിഡർ ചെയ്ത് ഒരു ഫ്രണ്ടായി കൂടെ നിന്നാൽ അവരെ മാനേജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മിസ്സേ, ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് നമ്മുടെ ലോകത്തിൽ. അപ്പൊ ഈ ഒരു ടൈമില് സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും വളർത്തിയെടുക്കേണ്ട സ്കില്ലുകൾ കുറച്ച് കാണൂല, എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമുള്ള കാര്യമാണ്. എവിടെ പോയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൂ. ഇനിയിപ്പോ ഒരുപാട് പല ലാംഗ്വേജ് ഒക്കെ പഠിച്ച് പലയിടത്തേക്കും പോകുന്ന കുട്ടികൾ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ നല്ല സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് എവിടെയും ഏത് കാര്യവും എന്ത് ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാം എന്നുള്ളൊരു നല്ലൊരു സെൽഫ് കോൺഫിഡന്റ് പേഴ്സൺ ആയിട്ട് മാറുക. പിന്നെ എവിടെയൊക്കെ പോയാലും എന്താണ് ആ മോറൽ വാല്യൂസിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. സ്കൂളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഈ സിലബസ് മാത്രമല്ല, വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അതിനുള്ള അറിവുകൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ സ്കൂളിൽ നടത്താറുണ്ട്. പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സസ് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അതുപോലെ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും അവരുടെ ഒപ്പീനിയൻസ് ഓപ്പൺ ആയിട്ട് പറയാനും സജഷൻസ് ഒക്കെ സ്വീകരിക്കാൻ അവിടെ ടീച്ചേഴ്സ് റെഡിയാണ്. ഒരു കുറവും ക്ലാസ്സിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റു ഫീൽഡ്, കല, സാഹിത്യം അങ്ങനെയുള്ള മേഖലകളിലും നമ്മൾ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. കാരണം നമുക്ക് പഠനം മാത്രമല്ല, ബാക്കിയുള്ള ഇപ്പോ ആർട്സിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും, സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്താ പറയാ പ്രാക്ടിക്കൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ തരം പ്രാക്ടിക്കൽസ് ആണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളത്? ഞങ്ങളുടെ സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ ആർട്സ്, സ്പോർട്സ്, കോ-കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസും ഒരുപോലെ മുന്നോട്ട് പോകുന്ന സ്കൂളാണ്. കുട്ടികളുടെ കഴിവനുസരിച്ച് എല്ലാ മേഖലയിലും. ഇപ്പൊ ഞങ്ങള് കോട്ടയം സഹോദരിയില് ട്രോഫി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സ്പോർട്സ്, ചെസ്, അതുപോലെ ഓൺ സ്റ്റേജ് ഐറ്റംസിന്, ആർട്സ് ഐറ്റംസിന് മൊത്തം ഓവറോൾ ട്രോഫി സ്കൂളിലാണ്. എല്ലാ കുട്ടികളും അതുപോലെ CCA ആക്ടിവിറ്റി ആയിട്ട് ഒരു ദിവസം കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ താല്പര്യം അതനുസരിച്ച് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ്. ഇപ്പോ എല്ലാ വിദ്യാർത്ഥികളോടും, പ്രത്യേകിച്ച് ഇപ്പോ മിസ്സിന്റെ മക്കളോട് എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അപ്രിസിയേഷൻ നിറഞ്ഞൊരു വാക്കുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു തത്വം ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരിക്കും? ഒരിക്കലും തോറ്റ് മടങ്ങരുതെന്നേ ഞാൻ പറയാറുള്ളൂ. എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകുക. ഒരു നിസ്സാര കാര്യത്തിനും അത് ഓവർകം ചെയ്യാത്തവരാണല്ലോ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി പെടുന്നവര്. അതെ, തീർച്ചയായിട്ടും. ഒന്നിലും തോറ്റ് മടങ്ങരുത്, ഗോ അഹെഡ്. ഓക്കെ. ഇപ്പൊ മിസ്സിന്റെ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഈ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ജേർണിയെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചർ ആവണം എന്നായിരുന്നു ഇഷ്ടം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്നത്തെ ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിലെ ഓരോരുത്തരെ എപ്പോഴും ഓർക്കണ്ട. 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ സ്നേഹവും കരുതലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചെറുപ്പം മുതലേ ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ടീച്ചർ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇപ്പോഴും. അതിനൊരു എനിക്ക് അഭിമാനമുണ്ട്. ഓക്കെ. ഇപ്പൊ ടീച്ചർ റേഡിയോ കേൾക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ കൈവരിക്കാനായിട്ട് ടീച്ചർക്ക് നൽകാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു മാസ്റ്റർ ടിപ്പ് എന്തായിരിക്കും? ഇന്നിപ്പോ എല്ലാ കുട്ടികളും മൊബൈൽ ഫോണിലാണ് മുഴുവൻ നേരം. റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസിന് അഡിക്ഷൻ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ടെക്നോളജിയിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. നിങ്ങൾ അത് മാത്രം കുട്ടികളോട് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് പോസിറ്റീവ് സൈഡ്സ് എന്നതിന് കാണുക. ഈ ഗെയിംസിനൊക്കെ അഡിക്റ്റഡ് ആയി ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.
നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി ജീവിതത്തിലെ പ്രാക്ടിക്കൽ സൈഡിൽ, അതായത് നിങ്ങളുടെ റിയൽ ലൈഫിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നുള്ളത് ശ്രമിക്കുക. ഇതിനൊക്കെ അഡിക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും റിയൽ ലൈഫിലേക്ക് അവർ ജീവിക്കുന്ന തന്നെ ഒരു ഫാൻസി വേൾഡിലാണ്. റിയൽ ലൈഫിലേക്ക് വരിക, വാല്യൂസ് ഒക്കെ മുറുകെ പിടിച്ച്, എല്ലാ വാല്യൂസും ഒന്നും പഴയ പോലെ ഞാൻ പറയുന്നില്ല, പക്ഷെ അതുപോലെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കുറച്ച് നാർസിസ്റ്റിക് ലവ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് കൂടുതലായാലും പ്രശ്നമാണ്. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആത്മഹത്യയിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് ജീവിക്കാതെ ബി പോസിറ്റീവ്, ഒരു ഓപ്റ്റിമിസ്റ്റ് ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോവാം. നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. ഇപ്പൊ എല്ലാ മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സ് കാണില്ല, റോബോട്ട്സ് ആയിരിക്കും കാണുക. അതുപോലെ തന്നെ നമ്മൾ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തും പണ്ട് കാലത്ത് നമ്മൾ കുറെ റിസർച്ച് ചെയ്ത് ബുക്സുകളൊക്കെ നോക്കിയായിരിക്കണം നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കൊരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുൾ പ്രസന്റേഷൻ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അവിടെ കുറയാണോ ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോട് കൂടി? മിസ്സിന് എന്താണ് തോന്നുന്നത്? ക്രിയേറ്റിവിറ്റി കുറയുകയാണ്. ഈവൻ ഈ കാൽക്കുലേറ്റർ കണക്ക് കൂട്ടുന്ന ആളുകൾക്ക് പോലും അവർക്ക് അറിയില്ല പണ്ടുള്ള ആളുകള് മനസ്സിൽ കൂട്ടുകയും അങ്ങനെ നമ്പേഴ്സ് കൂട്ടാൻ വരെ അറിയാം. ഇപ്പൊ ഒന്നും അറിയില്ല. ഈവൻ ഫോൺ നമ്പേഴ്സ് കാണാതെ പഠിക്കുന്ന ആ സിസ്റ്റം പോലും മാറിപ്പോയിരിക്കുന്നു. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നേ ഇല്ല. ഇപ്പം വർക്ക് സ്കൂളിലുണ്ട്, അങ്ങനെയൊക്കെ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരേപോലെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് അവരുടെ കഴിവിന് അപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടി കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ക്ലാസ്സിൽ അതേ ടോപ്പിക് കൊടുത്ത് അവരെ ഇരുത്തി ചെയ്യിപ്പിക്കാറുണ്ട്. കുട്ടികൾ വർക്ക് ചെയ്യുന്നില്ല, അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ ഭാവിയിലും ഗുണത്തേക്കാറ് ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ എലോൺ മസ്ക് വരെ പറയാറുണ്ട് AI ഈസ് ഡേഞ്ചറസ് എന്ന്. പക്ഷെ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ? ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സെമിനാർ പ്രസന്റേഷൻസിനൊക്കെ മെയിൻ ആയിട്ടും അവിടെ സ്കൂളുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്? ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും നോട്ട്സിന്റെ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ AI യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ക്യാൻവ പ്രസന്റേഷൻസ് ആണ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ക്യാൻവ പ്രസന്റേഷൻസ് ഒപ്പം ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടല്ലോ അവിടെ. അപ്പൊ AI കൊണ്ട് ടീച്ചേഴ്സിന് ഒരിക്കലും എന്താ പറയുക ഒരു സ്ഥാനം മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ടീച്ചേഴ്സിന്റെ റോൾ ഒരിക്കലും മാറുന്നില്ല. പഴയ ആ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന അതിൽ നിന്നും മെന്ററായിട്ടും ഗൈഡായിട്ടും കുട്ടികളുടെ കൂടെ എപ്പോഴും ടീച്ചേഴ്സിന്റെ റോള് മാറാതെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് റോബോട്ട്സ് ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ ഒരു റോബോട്ട് ചെയ്യുക. ഇപ്പൊ എത്രയൊക്കെ ഒരു മെഷീൻ ആണെന്ന് പറഞ്ഞാലും ഹ്യൂമൻസിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാനായിട്ട് മെഷീൻസിന് സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ? സാധിക്കില്ല. ഈ ഒരു ലോക വിദ്യാർത്ഥി ദിനത്തില് എല്ലാ വിദ്യാർത്ഥികൾക്കും, അതിപ്പോ കൊച്ചുകുട്ടികളാവട്ടെ വലിയ കുട്ടികളാവട്ടെ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? വിദ്യാർത്ഥികളുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി അവർക്ക് സമൂഹത്തിനോട് മാത്രം, അവരുടെ പേരൻസിനോടും സമൂഹത്തിനോടും അവനവനോട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് നിർവഹിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വഴിതെറ്റി പോകാവുന്ന ഈ ആധുനിക കാലത്ത് മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാനും, അതുപോലെ അത് തുറന്നു പറയാൻ ഒരു നല്ല സുഹൃത്ത്, ഒരുപാട് ഓൺലൈൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരോടൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിൽ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്നതാണ്. ടീച്ചേഴ്സിനോടോ പേരൻസിനോടോ തുറന്നു പറഞ്ഞ് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അവരെ ബാധിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാറ്റിയെടുക്കാൻ നല്ല സുഹൃത്തുക്കൾക്ക് കഴിയും. അതുകൊണ്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക. സമൂഹത്തിന് ഗുണമുള്ള, നാടിനും വീടിനും രാജ്യത്തിനും ഗുണമുള്ള നല്ലൊരു വിദ്യാർത്ഥി സമൂഹമായി വളർന്നു വരിക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന പാതയിൽ നിങ്ങളെ ആകർഷിക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്നതാണ് മയക്കുമരുന്നും, മദ്യവും മയക്കുമരുന്നും, അതുപോലെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. പക്ഷെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴി ഈ ആകർഷിക്കുന്ന ഈ വഴിയിൽ കാണുന്ന ഈ നെഗറ്റീവ്സിലൊന്നും പെടാതെ നിങ്ങളുടെ ലക്ഷ്യം സബലീകരിക്കുവാൻ സ്ട്രോങ് ആയിട്ട് തന്നെ വഴിയിൽ കാണുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ അമേരിക്കൻ പോയിറ്റ് ആയിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ "The woods are lovely, dark and deep, but I have promises to keep." വഴിയിൽ പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ട് ആകൃഷ്ടരായി അവിടെ നിൽക്കാതെ നിങ്ങളുടെ പ്രോമിസസ് കീപ്പ് ചെയ്യാൻ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് ഉണ്ട്, ഒരുപാട് പേരോട് കൊടുത്തിരിക്കുന്ന പ്രോമിസസ് ഉണ്ട്. ആ വാക്കുകളൊക്കെ പാലിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മുന്നോട്ടെത്തുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക.
ഓക്കെ മിസ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ മിസ് ഈ ഒരു ദിനത്തെ പറ്റി മിസ്സിന്റെ എക്സ്പീരിയൻസും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുള്ളത്, മിസ് ഇപ്പോ ചാവറ പബ്ലിക് സ്കൂളിലാണ് പഠിപ്പിക്കുന്നെങ്കിൽ പോലും ഞാനും മിസ്സിന്റെ ഒരു ഫോർമർ സ്റ്റുഡന്റ് ആയിരുന്നു ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്തല്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മിസ്സേ? ഞാൻ പാവായിരുന്നോ? വളരെ മിടുക്കിയായ കുട്ടിയായിരുന്നു. ഓക്കെ. അന്നും വളരെ താല്പര്യം, ജേർണലിസത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കുട്ടിയാണ്. നീ നിന്റെ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേർന്നല്ലോ എന്ന് ഓർത്ത് എനിക്കിപ്പോ അഭിമാനമുണ്ട്. താങ്ക് യു മിസ്സേ, താങ്ക് യു സോ മച്ച്. എന്നാലും മിസ്സിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനാമിക. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ എന്തായാലും നമ്മൾ അറിയണം, അല്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, ലോ ആൻഡ് ഓർഡർ, സാങ്കേതിക വിദ്യകൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയണം. എങ്കിൽ ട്യൂൺ ഇൻ ടു ലൗഡ് സ്പീക്കർ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ. ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.